എന്തായാലും ഈ ഒരു അരക്ഷിതാവസ്ഥയ്ക്ക് ഇന്നൊരു മോചനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാത്രിയോടുകൂടി കേരളത്തിനൊരു മുഖ്യമന്ത്രിയെ ലഭിക്കും. അതാരുമായിരിക്കാം? വി.ഡി. സതീശനായിരിക്കാം, കെ.സി. വേണുഗോപാലായിരിക്കാം, രമേശ് ചെന്നിത്തലയായിരിക്കാം. കാരണം വി.ഡി. സതീശൻ ഗ്രൂപ്പ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതായത് അവർ ശക്തമായി പ്രതിപക്ഷത്തിരുന്ന് പ്രതികരിച്ച് നേടിയെടുത്തൊരു വിജയമാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി കസേര അലങ്കരിക്കാൻ ഏറ്റവും അനുയോജ്യൻ വി.ഡി. സതീശനാണെന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് പറയുന്നു. കൂടാതെ കെ.സി. വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ നമ്മുടെ ഇന്ത്യ ഒട്ടാകെ അഖിലേന്ത്യയിൽ പിടിപാടുള്ള ഒരു നേതാവാണ് കെ.സി. വേണുഗോപാൽ. സ്വാഭാവികമായും അദ്ദേഹത്തെ പോലെ ഒരാൾ നമ്മുടെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചാൽ മാത്രമേ നമുക്ക് കേന്ദ്രത്തെ പേടിപ്പിച്ച് നിർത്താൻ സാധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കൂടാതെ രമേശ് ചെന്നിത്തല സാറിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്, അതായത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു ഭരണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും രമേശ് ചെന്നിത്തല സാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. അപ്പോൾ ഇതിൽ 3 പേരിൽ ആരെ തീരുമാനിക്കുമെന്ന് സത്യം പറഞ്ഞാൽ തല പുകച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൈക്കമാൻഡ്. ഇപ്പോൾ ഹൈക്കമാൻഡ് എന്നുള്ള പേര് മാറ്റിയിട്ട് തലപുകഞ്ഞ് വട്ടായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നുണ്ട്. അപ്പം എന്തായാലും ഈ പറയുന്ന പോലെ അണികൾ തമ്മിലുള്ള വഴക്കും ഈ ഗ്രൂപ്പുകളെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചില അണികളുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇന്ന് അരി വെച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ നേതാവിനെ സപ്പോർട്ട് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പോലെ പോസ്റ്ററും ഒക്കെ താങ്ങി പിടിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ നടക്കുന്നുണ്ട്.